അപ്പം ഇങ്ങനെ തുടങ്ങല്ലേ. അയ്യോ 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 ഒന്നും പറയണ്ട, ഒന്നും പറയാതിരിക്കുകയായിരിക്കും നല്ലത് അല്ലേ. ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതിൽ കുറേ മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തുണ്ടോ. ഞാൻ പലതും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല. പക്ഷേ അതും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങളാരെങ്കിലും ഇത് കൂടെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഗൈസ് ഫോളോ ദീസ് റൂൾസ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നായിരുന്നു. ഒരുപാട് തെറിവിളി കേട്ടായിരുന്നു. തെറിവിളി വേറെ ഒന്നിനുമല്ല, ഇത്രയും ബോൾഡായി നിന്നിട്ട് ഞങ്ങൾക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആൻഡ് റോൾ മോഡലായി നിന്നിട്ട്, മോട്ടിവേഷനായി നിന്നിട്ട് തനിക്കിത് സംഭവിച്ച പിന്നെ ഞങ്ങളുടെ കാര്യം എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഇതിപ്പോൾ ഞാൻ ഇന്ത്യയിലായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ബിക്കോസ് എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ആളുകൾ അല്ലെങ്കിൽ കുറേ സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് ഇതാക്കാൻ പറ്റുമായിരുന്നു. ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. ഇവിടെയൊക്കെ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഒരാളെ ഇതാക്കുന്നു, അത് കഴിഞ്ഞിട്ട് പറ്റുന്നില്ലെങ്കിൽ അടുത്ത ആൾ. പക്ഷെ നമുക്ക് ഇമോഷണൽ കണക്ഷൻസ് കുറച്ച് കൂടുതലുള്ളത് കാരണം കൊണ്ട് നമുക്ക് റിക്കവർ ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് വേറൊരു കൺട്രിയിലായതുകൊണ്ടാട്ടോ ഞാൻ ഇത്ര ഫേസ് ചെയ്യേണ്ടി വന്നത്. എൻ്റെ പേഴ്സണൽ കഥ അറിയുന്നവരൊക്കെ എന്നെ തെറി വിളിച്ചിട്ടേ ഉള്ളൂ. കാരണം അതിൽ നിന്നൊക്കെ കയറി വന്ന് ദൈവം അനുഗ്രഹിച്ച് ഈ ഒരു നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒന്നുമല്ല. ശരിയാണ്, പക്ഷേ പെട്ടെന്ന് എന്തോ ഒറ്റപ്പെട്ട പോലെ ആയി. പക്ഷെ ഇപ്പം എനിക്ക് ഒരുപാട് ആളുകൾ, ഇനി ഞാൻ സംസാരിക്കും, കോഴ്സ് ഇനി ഞാൻ സംസാരിക്കും. ഞാൻ ഒരു കാര്യം ഞാൻ സംസാരിക്കാണ്ട് ഇങ്ങനെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പിന്നെ എന്നെ ആ ഭാഗത്തേക്ക് നോക്കുക വേണ്ട, ഞാൻ കംപ്ലീറ്റ്ലി അങ്ങ് സൈലൻ്റ് ആവും. സൈലൻ്റായിട്ട് നമ്മുടെ ഈ തൊണ്ടയിലുണ്ടല്ലോ ഇവിടെ ഒരു വേദന വന്നിട്ട് തോന്നും കരഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ കരഞ്ഞില്ല. ലാസ്റ്റ് നിമിഷത്തിൽ അങ്ങ് കയ്യിൽ നിന്ന് പോയതിലാണ് ഇത്രയും ഒരു സ്റ്റേജിലേക്ക് എത്തിയത്. ഒരുപാട് പേര് ചോദിച്ചു എന്താ പറ്റിയത് എന്നുള്ളത്. ഞാൻ എന്തായിരുന്നു ബുധനാഴ്ച ഞാൻ നോർമൽ കിടക്കുന്നത്, കിടന്നുറങ്ങാൻ പോകുന്നത് പോലെയൊക്കെ ഉറങ്ങാൻ പോയി. പക്ഷെ എനിക്ക് എന്തോ ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അതിന് കുറച്ച് കാലമായിട്ട് എനിക്ക് പ്രോപ്പർ ഉറക്കമില്ല. കൃത്യമായിട്ട് ഉറങ്ങാം കേട്ടോ, കൃത്യമായിട്ടുള്ള ഉറക്കം. ഫുഡ് ഞാൻ കഴിക്കുന്നുണ്ട്. മോർണിംഗ് ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട്, എന്നാലും മാക്സിമം കഴിക്കാൻ പറ്റുന്നതും കഴിക്കാറുണ്ട്. ഫുഡിന് എനിക്ക് ഇഷ്യൂ വന്നിട്ടില്ല. പ്രോപ്പർ ഉറക്കം, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, സംസാരിക്കുക, കരയേണ്ട സമയത്ത് കരയുക. ഇവിടെ വെച്ചിരുന്നാണ്ടല്ലോ നല്ല കുറച്ചേ. എനിവേ അങ്ങനെ ഉറക്കമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരുമാതിരി എന്ത് സിറ്റുവേഷനാണ് പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞു കിടക്കും. ഞാൻ നോർമലി വിചാരിച്ചു ഓക്കെ ഫൈൻ എന്നുള്ളത് പോലെ തന്നെയാണെന്ന്. മോർണിംഗ് എഴുന്നേറ്റപ്പോഴും എനിക്ക് ഭയങ്കര അസ്വസ്ഥത പോലെയൊക്കെ തോന്നി. ഞാൻ രാവിലെ ഇവിടെ ഭയങ്കര ടെമ്പറേച്ചർ ഇതാണ്. ആഫ്രിക്ക പറഞ്ഞിട്ട് കാര്യമില്ല, ചൂടുള്ള ഏരിയ അല്ല, തണുപ്പുള്ള ഏരിയയാണ്. ഞാൻ ആഫ്രിക്കയുടെ ഒരറ്റത്താണ്, ആഫ്രിക്കയുടെ ക്യാപിറ്റലായിട്ടുള്ള സ്ഥലത്ത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേച്ചർ പൊതുവായിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും തണുപ്പുള്ള ഏരിയ. രാവിലെ ഞാൻ കുളിക്കാറില്ല, ജസ്റ്റ് ഫേസ് വാഷൊക്കെ ചെയ്ത് ഈവനിങ് വന്നിട്ടാണ് കുളിക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ കുളിച്ചു. അപ്പോൾ എനിക്ക് എന്നും ഇല്ലാത്ത പോലെ ലൂസ് മോഷനൊക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഫുഡ് എന്തെങ്കിലും പറ്റാഞ്ഞിട്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ദെൻ പോയി എല്ലാവരും ചോദിച്ചു ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ചത്ത് കിടന്നാലേ ചമഞ്ഞ് കിടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കമൻസ് കണ്ടായിരുന്നു. തിങ് ഈസ് ഞാൻ സ്കൂളിൽ പോകുന്ന പോലെ പോയിട്ടുള്ളൂ. സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ എന്തായാലും ലൈക്ക് പിച്ചക്കാരിയുടെ പോലെ ഒന്നും പോകാൻ പറ്റില്ലല്ലോ, നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരിതിൽ. ഞാൻ നോർമലി അതുപോലെയൊക്കെ പോയി വന്ന് കയറിയപ്പോൾ എനിക്ക് ഭയങ്കര തലവേദന, പിന്നെ അതുപോലെ തന്നെ വൊമിറ്റ് ചെയ്യാൻ വരുന്ന പോലെ, ലൂസ് മോഷൻ, ഇതെനിക്കിങ്ങനെ ആയി. പിന്നെ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് സ്വെറ്റിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അവിടെയുള്ള സെക്യൂരിറ്റി കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു എന്താ പറ്റിയത്, എന്നത്തെയും പോയി. ഞാനാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും ചിരിച്ചും കളിച്ചും ചാടി കളിച്ചിട്ടാണ് നിൽക്കത്തുള്ളൂ അവിടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഫേസിലൊരു മാറ്റം വന്നപ്പോൾ പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ ആളെന്നോട് എടുത്ത് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എക്സ്ക്യൂസ് മീ,
അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് തലവേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒരു റൂമുണ്ട്, അവിടെ പോയിരുന്നു. അപ്പോൾ അവിടെ പോയിരുന്നപ്പോൾ വേറൊരു നമ്മുടെ ഒരു സ്റ്റാഫ് വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ എല്ലാവരും എൻ്റെ അടുത്ത് ഓക്കെ ആണോ ഹോയ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഞാൻ ഓൾ ഗുഡ് എന്നേ ഞാൻ പറയത്തുള്ളൂ, എത്ര വിഷമമുണ്ടെങ്കിലും. പക്ഷേ ആ ഒരു ദിവസം എൻ്റെ കയ്യിൽ നിന്ന് പോവുകയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, നേരെ എന്നോട് പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനിക്കും, എന്തോ ബ്ലാക്ക് ഔട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് പിന്നെ വെള്ളമൊക്കെ തന്ന് നേരാവുന്നില്ല. ഞാൻ എന്നിട്ട് വേഗം ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് കിച്ചൺ ഏരിയ കൊണ്ട് ആയിക്കൂടെ പോവാം. അപ്പോൾ ഞാൻ ആയിക്കൂടെ എപ്പോൾ പോകുമ്പോഴും ഞാൻ ആയിക്കൂടെ പോകുന്ന സമയത്ത് എല്ലാവരുടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ. അപ്പോൾ ആ ഒരു നിമിഷം ഞാനിങ്ങനെ മിണ്ടാണ്ട് പോകണ കണ്ടപ്പോൾ എന്തോ ഒരു സംഭവം അടിച്ചു അവർക്ക്. അപ്പോൾ അവരെന്ത് ചെയ്തു, നേരെ എൻ്റെ പിന്നാലെ എന്നോട് ചോദിച്ചു അതുല്യ ആർ യു ഓക്കെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും ഐ ആം നോട്ട് ഓക്കെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. എനിക്കറിയില്ല, അങ്ങനെ ബ്ലാക്ക് ഔട്ട് ആവുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഡോറ് കുറ്റിയിടണ്ട എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്കിങ്ങനെ ലൂസ് മോഷൻ പോലെയും ഫീൽ ആവുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അറിയിച്ച്, സ്കൂളിൽ തന്നെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പം അവരെ അറിയിച്ച് അവിടുത്തെ ലേഡി വന്നു, നോക്കിയിട്ട് അപ്പോഴേക്കും എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയായിരുന്നു. ഭയങ്കരമായിട്ട് ചെസ്റ്റ് പെയിൻ തുടങ്ങി. പെയിൻ സ്റ്റാർട്ട് ചെയ്ത് അത് നേരെ എൻ്റെ ഇടത്തെ കൈ ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് ഒരു ബലക്കമ്പി. പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യൽ തുടങ്ങി. അത് വിട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പോകുന്നുള്ളൊരു പേടി എനിക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ കൈ ക്ലോസ് ചെയ്തിട്ടും ഓപ്പൺ ചെയ്തിട്ടിരുന്നു. അത് കഴിഞ്ഞ് ആ വേദന ഇങ്ങോട്ട് പുറകിലേക്ക് ഇറങ്ങി എനിക്ക്. അപ്പോൾ എനിക്ക് തീരെ പറ്റണ്ടായിരുന്നു. ഞാൻ തന്നെ പറഞ്ഞു എനിക്കെൻ്റെ ബ്ലഡ് പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. നോക്കുന്ന സമയത്ത് അതിങ്ങനെ ഹൈ ആയിക്കൊണ്ട് ലോ ആയിക്കൊണ്ടിരിക്കുക. പിന്നെ സ്വെറ്റിംഗ് ആയി, ചിലപ്പോൾ ബോഡി അങ്ങ് ഭയങ്കര ടെമ്പറേച്ചർ ആയി തുടങ്ങി. അപ്പോഴേക്കും അവർ പറഞ്ഞു പാനിക് അറ്റാക്കിൻ്റെ ഇതാണ്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ ഞങ്ങളിവിടെ അടുത്തുള്ളൊരു ക്ലിനിക്കിലേക്ക് പോയി. കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു ചെക്കപ്പ് എന്നുള്ള രീതിയിൽ. അമ്പടെ വനമേ പോയപ്പോഴല്ലേ ECG എടുത്തപ്പോൾ കിടക്കുന്ന റെഡിൽ, അതായത് ഇങ്ങനെ റെഡ് ഓറഞ്ച് അങ്ങനെ ഓരോ ലെവലുണ്ടാവില്ല, അത് പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് മാറ്റിക്കും, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിക്കാം. പെട്ടെന്ന് തന്നെ വണ്ടി വന്ന് കൊണ്ടുപോയി ECG ഒക്കെ എടുത്ത് വേരിയേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഒന്നും പറയാതിരിക്കാൻ വയ്യ. ഇന്ത്യൻ മണി അറൗണ്ട് ഒരു പോയി പോട്ടെ, ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. പക്ഷേ ഹോസ്പിറ്റൽ ഫെസിലിറ്റി, അവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഒരു ബൈസ്റ്റാൻഡറിനൊന്നും ആവശ്യം വന്നില്ല കേട്ടോ, അവർ തന്നെയായിരുന്നു എല്ലാം ഹാൻഡിൽ ചെയ്തിരുന്നത്. പിന്നെ ചെക്കപ്പൊക്കെ പെട്ടെന്ന് തന്നെ നടത്തി, അപ്പം തന്നെ മെഡിക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു രാത്രി ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്ക് ഓക്കെ ആയി, എൻ്റെ എല്ലാം നോർമൽ ലെവലിലേക്കായി. പിന്നെ നമ്മളെ നാട്ടിലെ പോലെ വലിപ്പിക്കലൊന്നുമില്ല, കൊണ്ടുപോവുക, കാര്യങ്ങൾ പടപടേച്ചിട്ട് ചെയ്യുക, ഇറക്കി വിടുക. അല്ലാതെ ഇപ്പോൾ ഒരാഴ്ച കിടത്തി അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഉള്ളത് ഷടപടേന്നായിരുന്നു. വീട്ടിലേക്ക് വന്നു. ഇപ്പം ഞാൻ ഓക്കെയാണ്, ഉറങ്ങുന്നുണ്ട് നന്നായിട്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡിന് എനിക്ക് അന്നൊന്നും പറയാനൊന്നുമില്ല, ഫുഡ് ഞാൻ കഴിക്കുന്നുണ്ട്. എല്ലാവരും പറഞ്ഞു ഫുഡ് കഴിക്കുകയാണ്, ഫുഡൊക്കെ ഞാൻ നന്നായി കഴിക്കുന്നുണ്ട്. ഞാൻ ഫുഡ് കഴിക്കാത്ത ആളൊന്നുമല്ല. പിന്നെ വെയിറ്റ് ലോസ് സംഭവിക്കുന്നുണ്ട്, ക്ലൈമറ്റ് ഇഷ്യൂസൊക്കെയാണ് വേറെ. ഇതാണ് ആക്ച്വലി ഉണ്ടായത്. പക്ഷേ ഞാൻ അതിൻ്റെ കൂടെ ഒരു വീഡിയോ കൂടി വെക്കാം കേട്ടോ. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടായിരുന്നൊരു വീഡിയോ. എനിക്കത് കൈവിട്ട് പോകുക, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ചത്തെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ എന്താ നടന്നുള്ളത് മറ്റുള്ളവർ കാണണ്ടേ. ഞാൻ എപ്പോഴും പ്രൂഫ് സൂക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു വീഡിയോ അതിൻ്റെ ആഫ്റ്റർ വയ്ക്കാം. ഇതാണ് ആക്ച്വലി സംഭവിച്ചത്. ഒരുപാട് കമൻസും ഒരുപാട് പേഴ്സണൽ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക് യു. സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചതിന് ഞാൻ 100% ഇപ്പോൾ ഓക്കെയാണ്. ഉണ്ട്, കുറച്ച് മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ട്, ബട്ട് അത് അതിനനുസരിച്ചുള്ള മെഡിക്കൽ ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിച്ച് ഓക്കെ ആവും. ഇത്രയാണ് സംഭവിച്ചത്. ബാക്കിയൊക്കെ ആ വീഡിയോയിലും ഉണ്ടായിരിക്കും. ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് നൗ, ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം നൗ. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. തളരില്ല, ഇനിയില്ല, മറ്റേ പറഞ്ഞ പോലെ മുറിച്ചിട്ടോടുന്നാണ് കയറി വന്നത്. അപ്പം ഇനി തളരൊന്നുമില്ല, ഇനി മുന്നോട്ട് തന്നെയാണ് സംഭവിക്കത്തുള്ള എല്ലാ കാര്യങ്ങളും. യെസ്, ബാക്കി
താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും എന്നെ അന്വേഷിച്ച കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കുറേ ആളുകളുണ്ട് എനിക്ക്. താങ്ക് യു സോ മച്ച്. എല്ലാവരും കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്, ഞാൻ എൻ്റെ വിഷമങ്ങളൊന്നും പറയാത്ത ഒരാളായതുകൊണ്ട്. പക്ഷെ അങ്ങനെയല്ല, കരയേണ്ട സമയത്ത് കരഞ്ഞോളൂ, ചിരിക്കേണ്ട സമയത്ത് ചിരിച്ചോളൂ. പിന്നുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പണായിട്ട് സംസാരിക്കുക. പക്ഷെ അത് എല്ലാവരോടും സംസാരിക്കണമെന്നല്ല. എനിക്ക് എന്നെ ജഡ്ജ് ചെയ്യപ്പെടുന്നതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അപ്പോൾ നിങ്ങളെ ജഡ്ജ് ചെയ്യില്ല, നിങ്ങളുടെ അതേ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നിടത്ത് മാത്രം നിങ്ങൾ സംസാരിക്കുക. അതല്ലാതെ ഇരിക്കുന്നിടത്ത് നമ്മുടെ കഥ എല്ലാവർക്കും എന്തായിരിക്കും, വെറും ഒരു തമാശ മാത്രമായിരിക്കും. അത് കേട്ടിരിക്കും, പിന്നീട് അത് അപ്പുറത്ത് പോയി പറയാം. എനിക്കറിയത്തില്ല വട്ടവർ അപ്പുറത്ത് സംഭവിക്കുക എന്നുള്ളത്. പക്ഷേ നമ്മുടെ അതേ ലെവലിലൂടെ കടന്നു പോയിട്ടില്ല. അങ്ങനെ കുറേ മെസ്സേജ് എനിക്ക് വന്നു കേട്ടോ, ചേച്ചി ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെന്ന് പറഞ്ഞിട്ട്. അവരായിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. സോ അവർക്കത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി, അവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് സംഭവിച്ചത്. എനിവേ, ഇനി നമ്മൾ തളരില്ല, ഇനി നമ്മൾ മുന്നോട്ട്. ഇപ്പം ഏകദേശം ആഫ്രിക്കൻ ടൈം 12:30 എന്തോ ആയി. എനിക്ക് സീരിയസ്ലി എനിക്ക് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ എനിക്ക് വയ്യ എഴുന്നേക്കാൻ. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എൻ്റെ 2 ഫോണും ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ്, നെറ്റ് ഓഫ് ചെയ്ത് വെക്കുകയാണ്. സോ എനിക്ക് ആരോടത്തും സംസാരിക്കാനുള്ള ഒരു മെൻ്റലി ഞാൻ ഓക്കെ അല്ലാത്തൊരു ദിവസം. ഇത്രയും ദിവസം ചിരിച്ച് കണ്ട എന്നെ ഈ ഒരു ദിവസം മാത്രം നിങ്ങൾ കരഞ്ഞു കാണും, ദാറ്റ് ഐ ആം ഷുവർ. അതിനുശേഷം പിന്നെ നിങ്ങൾ കാണില്ല, കാണാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്നെ തന്നെ എനിക്ക് ഓക്കെ ആക്കണം. ഒന്നങ്ങോട്ട് ചരിഞ്ഞ് കിടക്കുക എന്നല്ലാണ്ട് എഴുന്നേറ്റിട്ടില്ല. സമയം 1 മണി. അമ്മേ, എൻ്റെ കണ്ണിലേക്ക് ഒരു ഭയങ്കരമായിട്ട് ബൾജായി തുടങ്ങുന്നു. ബോഡി ഹീറ്റ് കൂടുതലായിട്ട് തോന്നുന്നു. കുറച്ച് നേരം കൂടി നോക്കാം എഴുതാൻ പറ്റുമത്. അമ്മേ, എനിക്ക് വിശപ്പ് അനുഭവപ്പെടുന്നില്ല. കുറച്ച് കാലമായിട്ട് എനിക്ക് വിശപ്പൊന്നുമില്ല. അമ്മേനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, നമ്മളൊരു ബ്രോക്കൺ സിറ്റുവേഷനിൽ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു പാരൻസ് അടുത്തുണ്ടാവണമെന്നല്ലേ. അമ്മ ഉണ്ടെങ്കിൽ അമ്മോട് പറയുന്നത്, അമ്മ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കൊണ്ടുവന്ന് തരുമോയെന്ന്. വിശപ്പല്ല, എനർജി ഇഷ്യൂസ് അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ തനിച്ച് പോയി എടുത്ത് കഴിക്കാനല്ല, ഉണ്ടാക്കി കഴിക്കണം. അതിനുള്ള എനർജി ഇല്ല. ഒരു കപ്പ് കാപ്പി കുടിക്കാൻ പറ്റുമോ നോക്കാം. അത് ഫസ്റ്റ് ഉണ്ടാക്കി നോക്കാം, എന്തെങ്കിലും ഒരു എനർജി കിട്ടണം. ശരി, എന്നാൽ രാത്രി ഫ്രീ ആയിട്ട് വിളിച്ചാൽ മതി. ഞാൻ എഴുന്നേക്കുവാണെങ്കിൽ എടുക്കാം. ഭക്ഷണം കഴിക്കും. ആദ്യം ഒരു ലഘുവായിട്ട് ആദ്യം ചായ, ബ്രെഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? സാധനങ്ങളൊക്കെ ഉണ്ട്. ഭക്ഷണം കഴിച്ചാൽ തന്നെ കുറച്ച് ഇതുണ്ടാവും.
ഒന്നും കൂടി ഒന്ന് ഉറങ്ങി. ഞാനൊരു ടാബ്ലറ്റും കൂടെ ചായ കുടിച്ചിട്ടൊരു ടാബ്ലറ്റും കൊടുത്ത് കഴിക്കാം. എന്നിട്ട് നോക്കൂ. ഭക്ഷണം വെച്ചേക്കും. അപ്പൊ നാളെ നീക്കണമെങ്കിൽ ഇപ്പൊ ഇന്ന് ശരിയാവണ്ടേ? അത് ചാടിപ്പിടിച്ച് എണീക്കും. വർക്ക് ആലോചിച്ചാൽ ചാടിപ്പിടിച്ച് എണീക്കും. ഇത് ഒക്കെ റെഡി ഇതാവണേ, ഒന്ന് ശരീരം ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് ഓക്കെ ആവണ്ടേ? ഓക്കെ ആവും. കഞ്ഞി കുട്ടി ശരിയാ. എഴുന്നേറ്റ് ചായ ഒന്ന് കുടിച്ചു നോക്കാം. എൻ്റെ കണ്ണ് ഭയങ്കര സീനായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. അമ്മ പറഞ്ഞ ഒരു എനർജി കുറച്ച് ചായ ഉണ്ടാക്കി എന്നിട്ട് പിന്നെയും പോയി കിടന്നു. അപ്പോഴേക്ക് ചായ തണുത്തു. പിന്നെയും ചൂടാക്കി കുടിക്കുക. അത് ഫിനിഷ് ചെയ്യട്ടെ കേട്ടോ. വല്ലാതായിരിക്കും വീഡിയോ കാലത്ത്. ഒരു ചായ എനിക്ക് കുടിക്കാൻ സമയം എടുക്കുന്നു. ഓ മൈ ഗോഡ്. നാളെ അയ്യോ ദൈവമേ, നാളെ സ്കൂളിൽ വർക്കിന് പോകണമെങ്കിൽ യൂണിഫോം ഇല്ല. യൂണിഫോം ഇരുന്നിട്ട് കാര്യമില്ല. ഓ മൈ ഗോഡ്. കയ്യ് അലക്കാനെങ്കിൽ അലക്കാനിടണം. വാഷെങ്കിൽ വാഷ്. തല ഇങ്ങനെ ചൂടായിട്ടിരിക്കുന്നു എനിക്ക്. ഇതൊന്ന് തല തണുപ്പിക്കണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓയിലൊന്നും തേക്കുന്ന ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ഭയങ്കര തലപ്പെരുപ്പം. എൻ്റെ തലയിൽ മൊത്തം ഞാൻ ഓയിൽ തേച്ച് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ എൻ്റെ തല ഒന്ന് തണുക്കണം. ശരിയാവില്ല. സമയം 4 മണി. എഴുന്നേറ്റ് വല്ലതും കഴിക്കണം. ഫൈനലി കുറച്ച് കഞ്ഞിയും പയറും ഉണ്ടാക്കി. പയറ് ഇവിടെ കുറേ ദൂരെ അങ്ങ് പോണടുത്തൊരു ഇന്ത്യൻ സ്റ്റോറുണ്ട്. ഐ തിങ്ക് ഇന്ത്യൻ സ്റ്റോറാണോ പാകിസ്ഥാനികളുടെ എന്നറിയില്ല. ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെറുപയർ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചു. അതിപ്പോൾ ഉപകാരപ്പെട്ടു. കഴിക്കാൻ തോന്നുന്നു.
കഴിക്കാൻ തോന്നുന്നില്ല എനിക്ക്. കഴിക്കാൻ തോന്നുന്നുണ്ട്, ഇറങ്ങുന്നില്ല. ഭയങ്കര ത്രോട്ട് പെയിൻ. എന്തായാലും ഒന്നും ഉറങ്ങി എഴുമ്പേക്ക് രാവിലെ ആവും. ഇപ്പം എത്ര സമയമായി? 6 മണി. നാളെ ഞാൻ ഓക്കെ ആവും. നാളെ ഇങ്ങനെ ഒന്നും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. നാളെ ഞാൻ സൂപ്പറാ.